ദുബായിൽ പുതിയ 3 ആശുപത്രികളും 33 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ഒട്ടേറെ പ്രത്യേക ആരോഗ്യ സൗകര്യങ്ങളും നിർമ്മിക്കും. ആരോഗ്യ രംഗത്തെ കൂടുതൽ ശക്തമാക്കാനാണ് പുതിയ പദ്ധതികൾ ആരംഭിച്ചത്. 2033ഓടെയാകും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുക. UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അധ്യക്ഷതയിൽ എമിറേറ്റ്സ് ടവേഴ്സിൽ വെച്ച് ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം പദ്ധതികൾക്ക് അംഗീകാരം നൽകി. ആരോഗ്യ സംരക്ഷണ സംവിധാനം, വിദ്യാഭ്യാസം, കുടുംബക്ഷേമ സേവനങ്ങൾ, സ്മാർട്ട് കെട്ടിടങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പുതിയ നയങ്ങൾക്കും കൗൺസിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ എമിറേറ്റിന്റെ ആരോഗ്യ സംരക്ഷണ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിൽ പദ്ധതികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അൽ യലായിസ്, അൽ അവീർ, ഹിന്ദ് സിറ്റി, നാദ് അൽ ഷെബ, അൽ ലിസൈലി എന്നിവയുൾപ്പെടെ പ്രധാന താമസ പ്രദേശങ്ങൾക്ക് മുൻഗണന നൽകും. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ നിർമ്മിക്കുക. സാമൂഹിക വികസന അതോറിറ്റിയുടെ വിവിധ സേവനങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നൽകാനും പദ്ധതിയുണ്ട്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ കാഴ്ചപ്പാടിനനുസൃതമായാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. കൂടുതൽ സുസ്ഥിരമായ ഭാവി കെട്ടിപ്പടുക്കാനാണ് പുതിയ പദ്ധതികൾ രൂപകൽപ്പന ചെയ്തത്. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, സാമൂഹിക ക്ഷേമം, സ്മാർട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കാനാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. വൈവിധ്യമാർന്ന സംരംഭങ്ങളിലൂടെ ഇമാറാത്തി യുവത്വത്തെ ശാക്തീകരിക്കുന്നതിൽ ക്ഷേമ പദ്ധതികൾ നിർണായകമാകുമെന്ന് ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. ദുബായ് ഒന്നാം ഉപഭരണാധികാരിയും ഉപപ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ദുബായ് രണ്ടാം ഉപഭരണാധികാരി ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു.